പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഇന്ന് വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കുന്ന ഒരു മേഖലയാണ് മനുഷ്യൻ്റെ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട മേഖല. ഇന്ന് ഒത്തിരിയധികം ആളുകൾക്ക് രാത്രി ഉറങ്ങുവാനായിട്ട് സാധിക്കാതെ പോകുന്നു. വേണ്ടത്ര ഉറക്കം ലഭിക്കുന്നില്ല, വിശ്രമം ലഭിക്കുന്നില്ല. ഉറക്കം ലഭിക്കാത്ത അവസ്ഥയെ പോളിസോമനോഗ്രാഫി എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. വളരെ നാളുകൾക്ക് മുൻപ് തന്നെ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയ ഒരു മഹാ വ്യക്തിയാണ് ഡോക്ടർ വില്യം ഡിമൻറ്റ്. സ്ലീപ്പ് മെഡിസിനിലെ അതികായനാണ് അദ്ദേഹം. ഇന്ന് ഒത്തിരി പേർക്ക് രാത്രി ഉറങ്ങുവാനായിട്ട് സാധിക്കാത്ത കാരണമായിട്ട് പറയപ്പെടുന്നത് അമിതമായിട്ടുള്ള ജോലി ഭാരവും പിരിമുറുക്കവും ഉത്കണ്ഠയുമൊക്കെയാണ്. ജൂൺ മാസത്തിലെ പത്ര റിപ്പോർട്ട് പ്രകാരം കേരള പോലീസ് സേനയിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ പ്രവണതകൾക്ക് കാരണമായിട്ട് പറയപ്പെടുന്നത് അമിതമായിട്ടുള്ള ജോലി ഭാരവും മാനസിക പിരിമുറുക്കവുമാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഇന്ത്യയിൽ നടത്തപ്പെട്ട ഒരു സർവേ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെടുന്നവരും മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവരും നമ്മൾ മലയാളികളാണ്. പലപ്പോഴും വലിയ കോർപ്പറേറ്റുകൾ ജീവനക്കാർക്ക് വലിയ ടാർഗറ്റ് നൽകി അവരെ ചൂഷണം ചെയ്ത ശേഷം വീക്കെൻഡ് ആഘോഷിക്കുവാനും വിശ്രമിക്കുവാനും ഔട്ടിങ്ങും ഹോം സ്റ്റേയും അങ്ങനെ പല വമ്പൻ ഓഫറുകൾ നൽകാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇത്തരം ക്രമീകരണങ്ങൾ വഴി വേണ്ടത്ര വിശ്രമം അവർക്ക് ലഭിക്കാറില്ല എന്നതാണ് പലരുടെയും അനുഭവങ്ങൾ. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ഒന്നാണ് വിശ്രമം. എന്നാൽ വേണ്ടത്ര വിശ്രമവും ഉറക്കവും മനുഷ്യർക്ക് ലഭിക്കുന്നില്ല എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതിൻ്റെ കാരണം പലതുമാണ്. അമിതമായിട്ടുള്ള ജോലി ഭാരവും മാനസിക പിരിമുറുക്കവും ഉത്കണ്ഠയും അമിതമായിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും ഇതെല്ലാം കാരണമായിട്ട് മാറിയിട്ടുണ്ട് പറയപ്പെടുന്നുണ്ട്. ഇന്ന് വചനഭാഗത്ത് കാണുവാൻ സാധിക്കുക, ഈശോ തൻ്റെ ശിഷ്യന്മാരെ അല്പം വിശ്രമിക്കുവാനായിട്ട് ക്ഷണിക്കുന്നതായിട്ടാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വചനത്തിൽ വായിച്ചു കേൾക്കുകയുണ്ടായി. യേശു 12 ശിഷ്യന്മാരെ പേര് ചൊല്ലി വിളിക്കുന്നത്, തുടർന്ന് അവർക്ക് വലിയ അധികാരങ്ങൾ നൽകി വലിയ ദൗത്യങ്ങൾ നൽകി അവരെ 2 പേര് വിധം പറഞ്ഞു വിടുന്നതായിട്ട്. സുവിശേഷ പ്രഘോഷണ യാത്രയ്ക്കായിട്ടാണ് യേശു അവരെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ അവരുടെ സുവിശേഷ പ്രഘോഷണ യാത്രയ്ക്ക് ശേഷം, ദൗത്യ നിർവഹണത്തിന് ശേഷം ശിഷ്യന്മാർ തിരിച്ചെത്തി ഈശോയോട് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉള്ള വിവരണം നൽകുന്നതും ഒരു അവലോകനം നൽകുന്നതായിട്ടും ഈശോയെ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുന്നതായും തുടർന്ന് ശിഷ്യന്മാരെ വിശ്രമിക്കുവാനായിട്ട് ക്ഷണിക്കുന്നതായിട്ടും ഇന്നത്തെ വചനഭാഗത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. വിശ്രമിക്കുക, ജോലി ചെയ്ത് ക്ഷീണിക്കുക ഇതൊക്കെ ലോകത്തിലെ മനുഷ്യത്വത്തിൻ്റെ പരിമിതികളുടെ ഒരു ഭാഗമാണ്. ഇന്നത്തെ വചനഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക ഈ പരിമിതികൾ അതിൻ്റെ പാരമ്യത്തിൽ അനുഭവിച്ചവരായിരുന്നു യേശുവും അവൻ്റെ ശിഷ്യന്മാരും എന്നതാണ്. തൻ്റെ ശിഷ്യരെ വിശ്രമിക്കുവാനായിട്ട് അയക്കുന്നതിലൂടെ വിശ്രമം മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈശോ നമ്മളെ എല്ലാവരും പഠിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും തന്നെ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സത്യമാണത്. അതായത് ശരീരത്തിൻ്റെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ആരോഗ്യം നോക്കാതെ അധ്വാനിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാനുള്ള നമ്മുടെ ആഗ്രഹത്തെയും കഴിവിനെയും അത് പരിമിതപ്പെടുത്തും എന്നതാണ്. ഓർക്കുക, ശുശ്രൂഷയുടെ ആരംഭ ദിശയിൽ തീക്ഷ്ണത കൊണ്ടെരിഞ്ഞ് രാപ്പകലില്ലാതെ അധ്വാനിച്ച് തീരാ രോഗികളായിട്ട് ശിഷ്ടകാലം കഴിച്ചു കൂട്ടുവാനല്ല, ആവശ്യമായിട്ടുള്ള വിശ്രമത്തിനും വിനോദത്തിനും സമയം കണ്ടെത്തി കൂടുതൽ കാര്യക്ഷമമായിട്ട് ജീവിതകാലം മുഴുവൻ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാകുവാനാണ് നാം ശ്രമിക്കേണ്ടതും. അതുതന്നെയാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതിനാൽ തന്നെ വേണ്ടത്ര സമയം വിശ്രമത്തിനായിട്ട് നമ്മൾ കണ്ടെത്തണം. നമ്മുടെ ശരീരത്തോട് നമ്മൾ പുലർത്തേണ്ട ഒരു നീതിയാണത്. ആത്മീയ പ്രവർത്തനങ്ങൾക്കും സാമൂഹിക പ്രവർത്തനങ്ങൾക്കുമായിട്ട് സമയം സ്വന്തം കുടുംബത്തിൽ നിന്നും അകന്നു കഴിയുന്ന വിശ്വാസികളെ യേശു ഉദ്ബോധിപ്പിക്കുന്നത് സ്വന്തം കുടുംബങ്ങളുമായിട്ടും സമൂഹങ്ങളുമായിട്ടും ചെലവിടുവാൻ അവർ കുറേ സമയം കണ്ടെത്തണമെന്നതാണ്. ഒപ്പം ആവശ്യത്തിനുള്ള വിശ്രമം സമയം നമ്മൾ ക്രമീകരിക്കണം എന്നതുകൂടിയാണ്.
ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ ഒരു 0 ഡിജിറ്റൽ അവർ ആചരിക്കുന്നത്, അതായത് ആഘോഷിക്കുന്നത് വളരെ ഉചിതമായിരിക്കും, നല്ലതായിരിക്കും. ഇന്നത്തെ വചനത്തിലൂടെ ദൈവം നമ്മളെ ക്ഷണിക്കുന്നത് ശാരീരികമായിട്ടുള്ള വിശ്രമത്തിലേക്ക് മാത്രമല്ല, മറിച്ച് ഒരു ആത്മീയമായിട്ടുള്ള വിശ്രമത്തിലേക്ക് കൂടിയാണ്. കാരണം നമ്മൾ ആത്മാവും ശരീരവും ചേർന്നവരാണ്. ശാരീരിക വിശ്രമം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആത്മാവിൻ്റെ വിശ്രമവും. എന്താണ് ആത്മീയ വിശ്രമം എന്ന് ചോദിച്ചാൽ, ആത്മീയ വിശ്രമം എന്നത് ആത്മാവിൻ്റെ തലത്തിൽ ആഴമേറിയത്, ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ സമാധാനവും ശാന്തതയും നവചൈതന്യവും ആർജിക്കുവാനും കണ്ടെത്തുവാനുമായിട്ടുള്ള ഒരു പ്രയത്നമാണ്. അതായത് ദൈവികതയുമായി ബന്ധപ്പെടുവാനും ആത്മീയമായിട്ട് റീചാർജ് ചെയ്യുവാനും ദൈനംദിന ജീവിതത്തിലെ സമ്മർദ്ദങ്ങളിൽ നിന്നും ആവശ്യങ്ങളിൽ നിന്നുമൊക്കെ ആശ്വാസം കണ്ടെത്തുവാനും സഹായിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവവുമായിട്ട് സമയം ചെലവിടുന്നതിനെ ആത്മീയ വിശ്രമം എന്ന് വിളിക്കാം. അതായത് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്നതാണിത്. ലൂക്ക 10:39 മുതൽ വചനങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. കർത്താവ് അതാ ഇപ്രകാരം പറയുകയാണ്, മാർത്ത മാർത്ത, നീ പലതിനെയും കുറിച്ച് ഉത്കണ്ഠകൊലയും അസ്വസ്ഥമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയുമില്ല. മറിയം ചെയ്ത നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തെങ്കിൽ ഇരുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ പാദത്തെങ്കിൽ ഇരിക്കുന്നതാണ് ഈ ആത്മീയ വിശ്രമം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആത്മീയ വിശ്രമത്തെക്കുറിച്ചുള്ള നിരവധി പ്രബോധനങ്ങൾ നൽകുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതായത് CCC 2168 മുതൽ 2173 വരെ പഠിപ്പിക്കുന്നു. ഒരു കത്തോലിക്ക വീക്ഷണകോണിൽ ആത്മീയ വിശ്രമത്തെക്കുറിച്ചുള്ള പ്രബോധനം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന സാബത്തിൻ്റെ ആശയത്തിൽ വേരൂന്നിയതാണ്. എന്താണ് ഈ സാബത്ത്? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമൂഹവും സൃഷ്ടിച്ചതിന് ശേഷം 7-ാം ദിവസം ദൈവം വിശ്രമിക്കുന്നതായി. അങ്ങനെ ദൈവം വിശ്രമിച്ചുകൊണ്ട് 7-ാം ദിവസത്തെ സാബത്ത് ദിനത്തെ അനുഗ്രഹിച്ചു വിശുദ്ധീകരിച്ചു. അതിനാൽ സാബത്ത് ദിനം വിശ്രമിക്കുവാനും ദൈവത്തോടുകൂടെ ആയിരിക്കുവാനുമുള്ള ഒരു ദിനമാണ്. ദൈവത്തെ ആരാധിക്കുവാനും അവിടത്തേക്ക് നന്ദി അർപ്പിക്കുവാനുമായിട്ടുള്ള ഒരു ദിവസമാണത്. കത്തോലിക്ക വിശ്വാസികളായ നമുക്കത് ഞായറാഴ്ചയാണ്. 10 കൽപ്പനകളിലെ 3-ാമത്തെ കൽപ്പന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന്. അതായത് കർത്താവിൻ്റെ ദിവസമായിട്ടുള്ള ഞായറാഴ്ച പരിശുദ്ധമായിട്ട് ആചരിക്കണം. അതുപോലെ തന്നെ തിരുസഭയുടെ 5 കൽപ്പനകൾ, ആദ്യത്തെ കൽപ്പന നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു, ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം. ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യുകയും അരുത്. എന്നാൽ ഇന്ന് പലപ്പോഴും കാണുവാൻ സാധിക്കുന്നത്, ശാരീരികമായിട്ടുള്ള വിശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് വീക്കെൻഡ് ആഘോഷിക്കുവാനും അടിച്ചു പൊളിക്കുവാനും ടൂറും പിക്നിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞായറാഴ്ച പള്ളിയിൽ വരാതെ നിലകൊള്ളാൻ ചില ആളുകളെയാണ്. ഒരിക്കലും ന്യായീകരിക്കുവാൻ സാധിക്കാത്ത പ്രവൃത്തിയാണത്. ശാരീരികമായിട്ടുള്ള വിശ്രമം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആത്മാവിൻ്റെ വിശ്രമം. ആയതിനാൽ ഞായറാഴ്ചകളും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊണ്ട് ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ആത്മീയ വിശ്രമം എന്നത് ശാന്തമായ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും തിരുവെഴുത്തുകൾ വായിക്കുന്നതിനും സമയം നീക്കിവയ്ക്കുന്നതാണെന്ന് CCC 2716 നമ്മളെ പഠിപ്പിക്കുന്നു. ധ്യാനവും പ്രാർത്ഥനയും അനുദിനമുള്ള ബൈബിൾ വായന നമ്മളെ അതിനായിട്ട് സഹായിക്കും. ഇത് ആത്മാവിനെ ദൈവത്തിൽ വിശ്രമിക്കുവാനും അവൻ്റെ വചനത്താൽ പരിപോഷിതരാകുവാനും ദൈവികമായിട്ടുള്ള കൂട്ടായ്മ അനുഭവിക്കുവാനും നമ്മളെ സഹായിക്കും. മറ്റൊരു മാർഗമാണ് ധ്യാനവും ആത്മീയ വ്യായാമങ്ങളും. CCC 2696 പഠിപ്പിക്കുന്നു, ആത്മീയ പിൻവാങ്ങലുകൾ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും മാർഗങ്ങൾ ആത്മീയ പുനർനിർമ്മാണം കണ്ടെത്തുവാനും ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ആഴത്തിലാക്കുവാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കൂദാശ ജീവിതമാണ്. അനുദിന ദിവ്യബലി അർപ്പണവും അനുരഞ്ജനവും പോലുള്ള കൂദാശകൾ പതിവായി സ്വീകരിക്കുന്നത് ആത്മീയ പോഷണവും ദൈവകൃപയും നേടുവാൻ നമ്മളെ സഹായിക്കും. ആത്മീയ വായനയും പ്രതിഫലനവും,
ആത്മീയ ഗ്രന്ഥങ്ങൾ, വിശുദ്ധരുടെ രചനകൾ, ഇവ രണ്ടും നമ്മെ കൂടുതലായിട്ട് ആത്മീയ ഉണർവ് നൽകുവാനായിട്ട് പ്രാപ്തരാക്കും. പ്രിയം നിറഞ്ഞവരെ, ഈ ആഴ്ച സഭാമാതാവ് നമ്മൾ എല്ലാവരും ക്ഷണിക്കുന്നു ക്രിസ്തുവിൽ വിശ്രമം കണ്ടെത്തുവാൻ, ആത്മീയമായിട്ട് വിശ്രമിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ നിരവധിയായിട്ടുള്ള ഹൃദയഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ, നമ്മൾ അമിതമായിട്ടുള്ള ജോലിഭാരം മൂലമുള്ള മാനസിക പിരിമുറുക്കവും ഉത്കണ്ഠയും ജീവിതത്തിലെ ആകുലതകളും ഇവയെല്ലാം അവിടുത്തെ പാദത്തെങ്കിൽ ഇറക്കി വെക്കുവാൻ അതിനുള്ള മാർഗങ്ങളാണ് പ്രാർത്ഥനയും ധ്യാനവും ബൈബിൾ വായനയും മറ്റു ആത്മീയ ഗ്രന്ഥങ്ങളും വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കുന്നതും കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട് കൗതാശികമായ ജീവിതം നയിക്കുന്നതും. ഇതെല്ലാം നമ്മളെ ആത്മീയമായ വിശ്രമം നയിക്കുവാനായിട്ട് സഹായിക്കും. യഥാർത്ഥത്തിൽ വേണ്ടത്ര ആത്മീയമായ വിശ്രമം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ശാരീരികമായിട്ടുള്ള വിശ്രമം നമുക്കതിൻ്റെ കൂടെ തന്നെ ലഭിക്കും. ആയതിനാൽ ഈ മാർഗങ്ങളിലൂടെ ആത്മീയമായ വിശ്രമം കണ്ടെത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ.